അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇ പി എസിലേക്ക് കടക്കുവാണ്. ഇ പി എസ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഗൈഡൻസിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഇ പി എസ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഗൈഡൻസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ ഈ ഇ പി എസ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് സെപ്പറേറ്റ് ഫിനാൻഷ്യൽസ് അഥവാ സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ടാവാം. അപ്പം ഇതിൽ ഏത് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്നതനുസരിച്ച് നമ്മളുടെ ഏതാണ് ന്യൂമറേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫിഗർ ഏതാണ് എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ വേണം. കാരണം നമ്മൾ CA ഫൈനലിലാണ്, ക്വസ്റ്റ്യൻസ് തരുമ്പോൾ എല്ലാ ഇൻഫർമേഷനും പലപ്പോഴും കാണും, അതിൽ നിന്ന് കൃത്യമായിട്ട് പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ദി ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിന് വേണ്ടി കൺസിഡർ ചെയ്യേണ്ട ഇ പി എസ് ഏത് വാല്യൂ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. ഒരു എൻറ്റിറ്റിയുടെ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കാം. നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് SOP എടുത്താൽ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്താൽ അതിന് രണ്ട് പാർട്ടുണ്ട്. പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡുമുണ്ട്, അതർ കോംപ്രഹെൻസീവ് ഇൻകം ഉണ്ട്. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകം ഉണ്ട്. ശരിയല്ലേ? നമുക്ക് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിക്കോട്ടെ, കൺസോളിഡേറ്റഡ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ SOP സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ദർ ആർ ടു കോമ്പോണൻറ്റ്സ്, ടു പാർട്ട്. വൺ ഇസ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്, സെക്കൻഡ് വൺ അതർ കോംപ്രഹെൻസീവ് ഇൻകം. ഇതിൽ ഇ പി എസ് കണ്ടുപിടിക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് എടുക്കണോ, OC കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകം എടുക്കണോ? പലർക്കും സംശയം വരാം. ഓക്കെ, നിങ്ങൾ ആദ്യം ഏതാണ് P&L നമ്മളുടെ AS പ്രകാരം ആകുമ്പോൾ ഈ കൺഫ്യൂഷൻ ഒന്നുമില്ല, ഒരൊറ്റ പ്രോഫിറ്റ് ഫിഗറേ ഉള്ളൂ, പ്രശ്നമില്ല. പക്ഷേ ഇവിടെ രണ്ട് പാർട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് ഉണ്ട്, OC ഉണ്ട്, ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകം ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇ പി എസ് ഏർണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കേണ്ടത് ആക്ച്വലി ഏൺഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഏതാണ്. ഏൺഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് P&L ശരിക്കും ഇടേണ്ട പ്രോഫിറ്റ് ഏതാണ്, അതേ എടുക്കാവുള്ളൂ. സോ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡിനെ ബേസ് ചെയ്താണ് ന്യൂമറേറ്റർ എപ്പോഴും എടുക്കേണ്ടത്. OCIയുടെ ഇഫക്റ്റ് ഏർണിങ്സിൽ എടുക്കരുത്. OCയിൽ എന്ത് കിടന്നാലും അതിൻ്റെ ഇഫക്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. സോ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എടുക്കുമ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട എലമെൻറ്റ്. OCIയുടെ എലമെൻറ്റ് എടുക്കേണ്ട. പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ് എത്രയാണ്, അതിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ന്യൂമറേറ്റർ സെറ്റ് ചെയ്യുക. ഡിനോമിനേറ്റർ ആയിട്ട് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് നമ്മൾ എടുക്കണം. നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്, നമ്മളുടെ ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്പർ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കണം. അതും വെറുതെ എടുത്താൽ പോരാ, ഇറ്റ് ഷുഡ് ബി ദി വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. അതെങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ നമ്മൾ താഴേക്ക് കാണും. സോ എന്താണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്? ഫോർ ന്യൂമറേറ്റർ ഇറ്റ് ഷുഡ് ബി ദി പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്. ഫോർ ഡിനോമിനേറ്റർ ബേസിസ്, ഡിനോമിനേറ്ററിന് വേണ്ടിയുള്ള ബേസിസ് എന്താണ്? ഇക്വിറ്റി ഷെയറിൻ്റെ നമ്പർ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇ പി എസ് കമ്പ്യൂട്ടേഷന് വേണ്ടി കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലേ? സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ സംഭവം ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പേഴ്സ്പെക്റ്റീവ് വരാം. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പേഴ്സ്പെക്റ്റീവ്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഈ പറയുന്ന പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് നമ്മൾ കാണിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് അത് ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെയും പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് എടുക്കണം എന്നുള്ളതിൽ നമുക്ക് ഡൗട്ടൊന്നുമില്ല. പക്ഷേ ഈ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡും പിന്നെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഹൗ മച്ച് ഇസ് അട്രിബ്യൂട്ടബിൾ ടു പാരൻറ്റ്, ഓണേഴ്സ് ഓഫ് പാരൻറ്റ്, ഹൗ മച്ച് ഇസ് അട്രിബ്യൂട്ടബിൾ ടു നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ NCAയുടെ എമൗണ്ട്, NCAക്ക് അവകാശപ്പെട്ട എമൗണ്ട് കുറയ്ക്കുന്നതിന് മുമ്പുള്ള എമൗണ്ട് ആണോ കൺസിഡർ ചെയ്യേണ്ടത്, NCAയുടെ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണോ കൺസിഡർ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ഡൗട്ട് കാര്യങ്ങളും അവിടെ ഉണ്ടാവാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ EPS കാണുമ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് ഫോർ ദ ഇയർ, പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്, കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് വോട്ട് ഈസ് അട്രിബ്യൂട്ടബിൾ ടു NCI കുറച്ചിട്ട്
പ്രോഫിറ്റ് ഓർ ലോസ് അട്രിബ്യൂട്ടബിൾ ടു ഓണേഴ്സ് ഓഫ് പാരന്റ് ആണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. ന്യൂമറേറ്ററിന്റെ ബേസ് ആയിട്ട് എടുക്കേണ്ടത് ഏതാണ്? പ്രോഫിറ്റ് ഓർ ലോസ് അട്രിബ്യൂട്ടബിൾ ടു ഓണേഴ്സ് ഓഫ് പാരന്റ് ആണ്. NC-A ഡിഫക്ട് കൺസിഡർ ചെയ്യരുത്. ഓക്കെ, പ്രോഫിറ്റ് ഓർ ലോസ് അട്രിബ്യൂട്ടബിൾ ടു NCI ഇഗ്നോർ ചെയ്യണം, OCI കോമ്പോണന്റും ഇഗ്നോർ ചെയ്യണം. പ്രോഫിറ്റ് ഓർ ലോസ് അട്രിബ്യൂട്ടബിൾ ടു NCIയും ഇഗ്നോർ ചെയ്യണം, OCIയും ഇഗ്നോർ ചെയ്യണം. വാട്ട് ഈസ് ദി പ്രോഫിറ്റ് ഓർ ലോസ് അട്രിബ്യൂട്ടബിൾ ടു ഓണേഴ്സ് ഓഫ് പാരന്റ്? ദാറ്റ് ഈസ് വാട്ട് ഈസ് ടു ബി കൺസിഡേർഡ്. ഇനി അങ്ങനെ കൺസിഡർ ചെയ്യുന്നു, ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുക. അപ്പം പാരന്റിന്റെ ഓണേഴ്സിന് അവകാശപ്പെട്ട പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഡിനോമിനേറ്റർ എടുക്കുമ്പോൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി പാരന്റ് എടുക്കാവുള്ളൂ. പാരന്റിന്റെ നമ്പർ ഓഫ് ഷെയർസ് EPS കമ്പ്യൂട്ടേഷനിൽ എടുക്കാവുള്ളൂ. സബ്സിഡറിയുടെ നമ്പർ ഓഫ് ഷെയർസ് കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യണം. പാരന്റിന് അവകാശപ്പെട്ട പ്രോഫിറ്റ് ഓർ ലോസ്, പാരന്റിന്റെ നമ്പർ ഓഫ് ഷെയർസ് ഡിനോമിനേറ്റർ, ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് വേണം EPS കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പേഴ്സ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് എക്സാം പേഴ്സ്പെക്റ്റീവിലൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാവുന്ന ഒരു കോൺസെപ്റ്റാണിത്. ഏത് ന്യൂമറേറ്ററിന് ബേസിസ് ആവണം, ഏത് ഡിനോമിനേറ്ററിന് ബേസിസ് ആവണം. അപ്പോൾ ഇതിൽ ഏതിലെങ്കിലും എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ ദി എൻറ്റയർ ആൻസർ ഇസ് റോങ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് വളരെ ഇതായിട്ട് പ്രോപ്പറായിട്ട് ഈ പറയുന്ന പോയിന്റ്സ് പറഞ്ഞു തരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് EPS എങ്ങനെയാണെന്ന് അടുത്ത ലെക്ചേഴ്സിലായിട്ട് നോക്കാം.